ഹലോ എവരി വൺ, വെൽക്കം ടു മാജിക് ഹാൻഡ്സ് ഓഫ് ദീപ. എല്ലാവർക്കും നമസ്കാരമുണ്ട്. അപ്പം നമുക്കിന്ന് ചീരത്തോരൻ ഉണ്ടാക്കിയാലോ. അപ്പം ഇന്ന് എനിക്ക് കുറച്ച് ചുമന്ന ചീര കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാനത് വെച്ചിട്ടൊരു നല്ല ചീരത്തോരൻ ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ചുമന്ന ചീരയാണ് തോരൻ വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഞാൻ നല്ലപോലെ ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള സവാള ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ഇത്തിരി ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നല്ലപോലെ വഴറ്റിയെടുക്കാം കേട്ടോ. ഓരോരുത്തർ ഓരോ രീതിക്കാണ് തോരൻ ഉണ്ടാക്കുന്നത്. ഞാൻ തോരൻ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഒരു ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പം നമുക്കിനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ഇവിടെ 1/2 കിലോ ചീരയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ചുവന്ന ചീരയും പച്ചച്ചീരയും ഒക്കെ നമുക്ക് ഇതേപോലെ വയ്ക്കാം. എനിക്ക് ഇപ്രാവശ്യം ചുവന്ന ചീരയാണ് കിട്ടിയത്. അപ്പോൾ നമുക്കിതൊന്ന് മീഡിയം തീയിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇതൊരു ആവി കയറുമ്പോഴത്തേക്കും നല്ല പോലെ വെന്ത് കിട്ടും. ചീര വേകാൻ അധികം സമയമൊന്നും വേണ്ട, പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനതിന് 1 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്, ചെറിയ തേങ്ങ. അപ്പം നമുക്കൊന്നും കൂടി മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് ആയിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് പരിപ്പിൻ്റെ കൂടെ ഇട്ട് കറി വയ്ക്കാൻ പറ്റും, തേങ്ങ ഒക്കെ അരച്ചിട്ട്. അപ്പോൾ ഇത് ഏകദേശം വേവായിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടി മൂടി വെച്ചിട്ട് ആവി കയറ്റിയെടുക്കാം. ഇനി നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ, ഇളക്കിയെടുത്തിട്ട്. അപ്പം ഞാൻ നല്ല പൊടിയായിട്ട് ചിരണ്ടിയിട്ടുള്ള തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു വെളുത്തുള്ളിയും ഇട്ടിട്ട് വേണമെങ്കിൽ ചതച്ചിട്ട് ഒന്നിങ്ങനെ ചതച്ചെടുത്തിട്ട് തേങ്ങ ചേർക്കാം. ഞാൻ ഇപ്പോൾ സാധാരണ തേങ്ങ മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി നമുക്ക് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിതൊന്നും മൂടി വെച്ചിട്ട് ചീര കൊണ്ട് തന്നെ ഒന്ന് പൊതിഞ്ഞ് വെച്ചിട്ട് ഒന്നും കൂടി ആവി കയറ്റിയെടുക്കണം. അപ്പോൾ ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നല്ലപോലെ. ഇനി നിങ്ങൾ ഉപ്പ് നോക്കിയിട്ട് അവരവരുടെ ടേസ്റ്റിനനുസരിച്ചുള്ള ഉപ്പ് ചേർത്തോളുക. അപ്പോൾ നമുക്ക് ഏകദേശം ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ റെസിപ്പിയിൽ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ചീരത്തോരൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. എല്ലാവരും ലൈക്ക്, കമൻറ്റ്, ഷെയറൊക്കെ ചെയ്യാം.